ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും കർത്താവിൻ്റെ സ്നേഹവും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇപ്പോൾ എന്നെ ഈ പ്രോഗ്രാമിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനാകുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ഏത് അവസ്ഥയിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിപ്പാൻ കഴിയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മലയാള സമൂഹത്തിന്, ലക്ഷോപലക്ഷം വിശ്വാസികൾക്ക് ജീസസ് ഈസ് അലൈവ് എന്ന പ്രോഗ്രാം അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും കാരണമാകുന്നു എന്ന് ഞാൻ അറിയുന്നതിൽ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ യൂട്യൂബിൽ ജീസസ് ഈസ് അലൈവ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ജീസസ് ഈസ് അലൈവിൻ്റെ ലോഗോ അവിടെ കാണാൻ കഴിയും. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ, അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കാനിടയാകും. ഈ പ്രോഗ്രാമുകളൊക്കെയും നിങ്ങൾക്ക് വീണ്ടും കാണുവാനും ഞങ്ങളുടെ ലൈവായ മെസ്സേജുകളും നല്ല ക്രിസ്തീയ പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കാനും ഇടയാകും. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ സന്ദേശം, നിങ്ങളുടെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെടുന്ന, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം നൽകുന്ന ഒരു ആത്മീയ സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരും. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായം 22, 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് തൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ പുത്രന്മാരെ, തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിങ്ങനെയാണ്. 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് യാക്കോബ് പറയുകയാണ്. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേളിൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികിൽ നിൽക്കുന്ന ഫലപ്രദമായൊരു വൃക്ഷം തന്നെയെന്ന് യാക്കോബ് ജോസഫിനെ കുറിച്ച് പറയാനിടയായി. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച, ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ കണ്ട ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. എന്നാൽ തൻ്റെ ബലം, തൻ്റെ നിക്ഷേപം, തൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. യഹോവ ജോസഫിനോട് സംസാരിച്ചു. യഹോവ ജോസഫിന് ദർശനങ്ങളെ നൽകി. നമ്മുടെ ബലം, നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാം സേവിക്കുന്ന നമ്മളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമാണെങ്കിലും, മനുഷ്യരെല്ലാം നമുക്കെതിരാണെങ്കിലും, ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മെ നിലനിർത്തുന്ന, നയിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. നിങ്ങളിന്ന് ഏത് സാഹചര്യത്തിലൂടെ പോകുന്ന അനുഭവങ്ങളാണെങ്കിലും അതിൻ്റെ മധ്യയിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ജോസഫിനെക്കുറിച്ച് യാക്കോബ് എന്താ ഇങ്ങനെ പറഞ്ഞ വാക്യതാണ്. അവൻ ഫലപ്രദമായൊരു വൃക്ഷമാണ്, ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ട്രീയാണ്, അല്ലെങ്കിൽ ഒരു ബോയാണ്, ഒരു കൊമ്പാണ്. എന്നാൽ അവൻ ഫലപ്രദമായ വൃക്ഷമാകാനുള്ളതിൻ്റെ കാരണം അവൻ നീരുറവിനരികെ നിന്ന ഒരു വൃക്ഷമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ വൃക്ഷങ്ങളിലും ഫലമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ മറുപടി. എല്ലാം ഫലം കായ്ക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ മറുപടി. എന്നാൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്, ദൈവം നമ്മളെ നട്ടിരിക്കുന്നത്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടിയാണ്.
ബലമുള്ളവരാകാൻ വേണ്ടിയാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതൊരു ഫ്രൂട്ട്ഫുൾ ലൈഫാണ്. ഫലപ്രദമായ ഫലകരമായ ഒരു ജീവിതം നാം പുറപ്പെടുവിക്കുന്നതാണ്. യേശുക്രിസ്തുവും തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ വിശന്ന് ഒരു അത്തിയിലേക്ക് നോക്കിയപ്പോൾ ആ അത്തിയിൽ അവന് ഫലം കാണാൻ കഴിഞ്ഞില്ല. കർത്താവ് ആ അത്തിയെ കേഴ്സ് ചെയ്തു, ശപിച്ചു. പിറ്റേനാൾ ശിഷ്യന്മാർ അതുവഴി പോകുമ്പോൾ അത് ഉണങ്ങി നിൽക്കുന്ന കാഴ്ച ശിഷ്യന്മാർ കണ്ടു. അതെ, അവൻ ഫലം അന്വേഷിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, നാം ആത്മാവിൻ്റെ ഫലമുള്ളവരാകണമെന്ന്. എന്നെ കേൾക്കുന്നവരെ, ഈ എപ്പിസോഡിൽ ജോസഫിനെ കുറിച്ച് യാക്കോബ് പറയുകയാണ്, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം. എന്നെ കൊണ്ടൊരു പ്രയോജനമില്ല, ഞാൻ ഫ്രൂട്ട്ഫുൾ അല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ, നിങ്ങളെ ഫലമുള്ളതാക്കി മാറ്റുവാൻ, നിങ്ങളെ പ്രയോജനമുള്ളത് നന്നാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഫ്രൂട്ട്ഫുള്ളാകും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഫ്രൂട്ട്ഫുള്ളാകും, ഫലപ്രദമായ ഒരു കൊമ്പാകും. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ സഭയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾ ഫലമുള്ളവരായി മാറും. കാരണം യേശുക്രിസ്തു നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം ഫലകരമാകും, ഫ്രൂട്ട്ഫുള്ളായിത്തീരും. അപ്പം നമ്മുടെ എല്ലാവരുടെയും അകത്തൊരു ആഗ്രഹമുണ്ട് നമുക്കും ഫ്രൂട്ട്ഫുള്ളാകാനായിട്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം എല്ലാവർക്കും, ക്രിസ്ത്യാനികളായിട്ടുള്ള പലർക്കും അറിയാവുന്ന ഒന്നാണ്. അല്ലാത്തവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പ്രോഗ്രാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ വളരെ വ്യക്തമായി, വളരെ ക്ലിയറായിട്ട് ഒരു കൂട്ടരെക്കുറിച്ച് പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. അത് കേവലം ഒരു വൃക്ഷത്തെക്കുറിച്ചല്ല പറയുന്നത്, എന്നെയും നിങ്ങളെയും കുറിച്ചാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതായിരിക്കും, അതിൻ്റെ ഇല വാടാതെ ഇരിക്കും. ബൈബിൾ വ്യക്തമായി പറയുന്നു, അത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതാണ്, തന്നെ കിളിച്ചതല്ല, തന്നെ വന്നതല്ല, ഏതെങ്കിലും പക്ഷികൾ കാഷ്ടിച്ച കാഷ്ടത്തിൽ നിന്നും കിളിർത്തു പൊങ്ങിയതല്ല. അത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതാണ്. അതിൻ്റെ സീഡ് ഒരാൾ വെച്ചതാണ്, ആ തൈ ഒരാൾ നട്ടതാണ്. ഇന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ തന്നെ പൊങ്ങി വന്നതൊന്നുമല്ല, എൻ്റെ ദൈവം എന്നെ നട്ടതാണ്, എൻ്റെ ദൈവം എന്നെ വിളിച്ചതാണ്. എന്താണ് അവൻ നട്ടതിൻ്റെ പ്രത്യേകത? ബൈബിൾ പറയുന്നു, ഞാൻ നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പിഴുതു പോകും, നഷ്ടപ്പെടും. യേശു പറഞ്ഞതാണ്. എന്നാൽ കർത്താവ് നട്ടതിനെ നഷ്ടപ്പെടുത്തുവാൻ, കർത്താവ് നട്ടതിനെ പരാജയപ്പെടുത്തുവാൻ, കർത്താവ് യേശുക്രിസ്തു നട്ടതിനെ പിഴുതെറിയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവനൊരു വാതിൽ തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല, അവനൊരു വാതിൽ അടച്ചാൽ ആരും അത് തുറക്കുന്നുമില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. നിങ്ങളുടെ അകത്ത് വലിയ ആ ഒരു ഫെയ്ത്ത് ഉണ്ടാകണം. എൻ്റെ ദൈവമാണ് എന്നെ നട്ടത്, എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചത്, എൻ്റെ ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, ആറ്റരികത്ത് നട്ടിരിക്കുന്നു. ദൈവമാണോ നട്ടത്? തക്ക കാലത്ത് ഫലം കായ്ക്കും. ഇൻ യുവർ സീസൺ. സീസൺ എന്ന പദം അവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ശലോമോൻ പറഞ്ഞു, നടാനൊരു കാലമുണ്ട്, വിതയ്ക്കാനൊരു കാലമുണ്ട്, കൊയ്യാനൊരു കാലമുണ്ട്. എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുവിൻ. ബെഥേസ്ദ കുളക്കരയിൽ കിടക്കുന്ന രോഗികളോട് ദൈവം അരുളി ചെയ്തിരിക്കുന്നതല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ആ റൂളെന്ന് പറയുന്നത്, അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും സൗഖ്യമാകും. സൗഖ്യമാകുവാൻ ദൈവം വെച്ചിരിക്കുന്ന സമയം, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന സമയം, ദ റൈറ്റ് ടൈം ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃത്യമായ സമയം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയ യേശു കർത്താവിനോട് പറഞ്ഞു, മകനെ, വീഞ്ഞ് തീർന്നു പോയി, നീ എന്തെങ്കിലും ഇവിടെ ചെയ്യണം, ഒരു മിറക്കിൾ ഇവിടെ നടത്തണം. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ സമയം, ഞാൻ പ്രവർത്തിക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന്
കർത്താവ് അവിടെ പറയുന്നത് കേൾക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ റൈറ്റ് ടൈമിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാനൊരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ. ഏലിയാവ് എന്ന പ്രവാചകൻ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയം കാക്ക എല്ലാ ദിവസവും വന്ന് അവൻ അപ്പവും ഇറച്ചിയും കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുതലുകൾ കെരീത്തിലും ഏലിയാവ് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കെരീത്ത് തോട് വറ്റിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ, യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നു, നീ ഇവിടുന്ന് എഴുന്നേറ്റ് സീദോനോട് ചേർന്നുള്ള സാരാപത്തിൽ ചെന്ന് പാർക്കുക. നിന്നെ കരുതുവാൻ ഞാനൊരു വിധവയോട് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്കിൻ്റെ മുൻപിൽ ഏലിയാവ് എഴുന്നേറ്റ് സീദോനിലെ സാരാപത്തിലെത്തി. ആ പട്ടണവാതിക്കലെത്തിയപ്പോൾ ഒരു സഹോദരി അവിടെ നിന്ന് വിറക് വെറുക്കായിരുന്നു. ഉടനെ ഏലിയാവ് അവളോട് ചോദിക്കുന്നു, സഹോദരി, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണം. നമുക്ക് നന്നായിട്ടറിയാം, മഴ പെയ്തിട്ട് 3 വർഷമായി. കാരണം ഏലിയാവ് തന്നെയാണ്. ഏലിയാവ് ആഹാബിനോടും ഇസബേലിനോടും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പറയുവാനിടയായി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവികമായ ആലോചന, മുഖം നോക്കാതെ, കൊട്ടാരം കണ്ടപ്പോൾ ദൂത് മാറ്റി പറയാതെ മുഖത്ത് നോക്കി പറഞ്ഞ ഏലിയാവിൻ്റെ വാക്കിനെ ദൈവം മാനിച്ചു. ദൈവം മഴമേഘങ്ങളെ അടച്ചു. അങ്ങനെ ആ നാട്ടിൽ മഴയില്ലാത്ത കാലഘട്ടം, അങ്ങനെ 3 വർഷം മഴയില്ലാതെ തോട് വരെ വറ്റി വരേണ്ട കാലഘട്ടത്തിൽ ഈ വിധവയുടെ അടുക്കൽ ഏലിയാവ് ചോദിച്ചത്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? വാസ്തവത്തിൽ വളരെ ഷോർട്ടേജുള്ള, ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് വെള്ളം ആ സമയത്ത് അവർക്ക്. എന്നാൽ ആ സഹോദരി അതെടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ, വെള്ളം കൊടുക്കാമെന്ന് തീരുമാനിച്ച് തിരിഞ്ഞപ്പോൾ, പെട്ടെന്ന് ഏലിയാവ് അടുത്ത ക്വസ്റ്റ്യൻ, എന്തായാലും വീട്ടിലോട്ട് പോവല്ലേ, എനിക്ക് കഴിക്കാൻ 2 അടയും കൂടെ അപ്പവും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരാമോ? പെട്ടെന്ന് ആ സഹോദരി തിരിഞ്ഞ് ഏലിയാവിനോട് പറയുകയാണ്, പ്രവാചകനെ, യജമാനനെ, ഞാനിതാ 2 വിറക് പെറുക്കുന്നു. എൻ്റെ കയ്യിൽ 1 പിടി മാവും അല്പം എണ്ണയുമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് ഭക്ഷിച്ചിട്ട് ഇന്ന് രാത്രിയിൽ ഞാനും എൻ്റെ കുഞ്ഞും ആത്മഹത്യ ചെയ്യാൻ പോവുക. കടം കൊണ്ട് തകർന്നിരിക്കുന്നു. ഭക്ഷണമില്ലാതെ, ആഹാരമില്ലാതെ ഞങ്ങൾ വലഞ്ഞിരിക്കുന്നു. ഈ ഒരു അപ്പവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് ഞങ്ങളുടെ മുമ്പിൽ യാതൊരു വഴികളുമില്ല. ആ സഹോദരിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 1 പിടി മാവും തുരുത്തിയിലെ അല്പം എണ്ണയുമാണ്. 2 വിറക്. നിങ്ങൾക്കതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ലിമിറ്റഡ് സോഴ്സുകളാണ് ലിമിറ്റേഷൻസ്. 2 വിറക്, 1 പിടി മാവ്, തുരുത്തിയിലെ അല്പം എണ്ണ, ലിമിറ്റേഷൻസ്. എന്നാൽ ഏലിയാവ് വീണ്ടും അവളോട് പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നാൽ ആ ആണ്ടിൽ വരുന്ന മാസങ്ങളിലെല്ലാം ആ വീട്ടിൽ സമൃദ്ധി ഉണ്ടായി. അവിടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, കലശത്തിലെ എണ്ണ തീർന്നില്ല. ഇത് നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇതിനകത്തൊരു സന്ദേശമുണ്ട്. അതെന്താണെന്നറിയാമോ? ഒരമ്മയും ഒരു മകനും മണിക്കൂറുകളിലൂടെ കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഒത്തിരി ഈ കാര്യം വർദ്ധിച്ചു വരുന്നു. ആത്മഹത്യ. പലരും ആത്മഹത്യയിലേക്ക് തിരിയുന്നതായി കാണുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ മരിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നിങ്ങൾ മരിച്ചതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. എന്നാൽ നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ കാൽവറി മരണം, അവൻ്റെ ക്രൂശ് മരണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നടന്ന മീറ്റിങ്ങിൽ ഒരു അമ്മ, ഒരു സഹോദരി, ഒരു അമ്മച്ചി വന്ന് പറഞ്ഞ അത്ഭുതകരമായൊരു സാക്ഷ്യം. ഒരുപക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ അമ്മച്ചി വന്ന് പറയുകയാണ്, ആത്മഹത്യക്ക് വേണ്ടി താൻ ചിന്തിച്ച്, മരിക്കാനായി ചിന്തിച്ച്, കയ്യിൽ വിഷം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ തനിക്ക് ഇങ്ങനെയുള്ള ക്രിസ്തീയ പ്രോഗ്രാമുകളോ മോട്ടിവേഷൻ മെസ്സേജസോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും തനിക്ക് അതിനെക്കുറിച്ച് ഒരു പരിചയമില്ല. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. ആരാ ചാനൽ മാറ്റിയെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ അവരുടെ വീട്ടിൽ ഈ ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാം ആ സമയത്ത് ഓണായി കിടക്കായിരുന്നു ഒരു ചാനലിൽ. ആ അമ്മ കേട്ട ശബ്ദം ഇതാണ്, നീ മരിക്കണ്ട, നിൻ്റെ പ്രശ്നങ്ങൾക്കായി യേശു മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവരിത് കേൾക്കുന്നത്. ആ വിഷം അവർ കളഞ്ഞു. അവർ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു.
അവർ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് വന്ന് ടെസ്റ്റ് മണി പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിന് വലിയ വിടുതലുണ്ടായി, രൂപാന്തരമുണ്ടായി. യേശു അവരുടെ അവസ്ഥകളെയൊക്കെ മാറ്റി. നിങ്ങൾ മരിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മരിക്കുന്നില്ല. നിങ്ങൾ മരിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ, എന്നേക്കുമായി അത് നിങ്ങൾ എടുത്തു കളയുവാൻ യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകത്തില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. ഞാൻ ഉറപ്പായി വീണ്ടും ആവർത്തിച്ച് പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നോക്കുക, ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരി ആത്മഹത്യയുടെ വക്കിലാണ്. എന്നാൽ സന്ദേശം ഇതാണ്: റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ ഒരു റൈറ്റ് പേഴ്സണെ ദൈവം അയക്കുന്നു. ദൈവം എത്ര വിശ്വസ്തനല്ലേ! ഏലിയാവല്ലാതെ വേറെ ആരവിടെ ചെന്നാലും അവളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. യഹോവയുടെ പ്രവാചകനായി ഒരുവൻ മാത്രമേ അവിടെ അന്നുള്ളൂ. ദൈവത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രതിപുരുഷനായി ഒരു പ്രവാചകനെ അന്ന് അവിടെ ഉള്ളൂ, അത് ഏലിയാവാണ്. റൈറ്റ് പ്ലേസിൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് ടൈമിൽ ദൈവം അയക്കുകയാണ്. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് വിടേണ്ട ആളിനെ ദൈവം വിടുകയാണ്. ദൈവത്തിന് നമ്മിൽ പ്രവർത്തിപ്പാൻ ഒരു റൈറ്റ് ടൈമുണ്ട്. ആ റൈറ്റ് ടൈമിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. ഏലിയ വന്നവിടെ വന്നതിനാൽ ഒരു അഭിഷിക്തനുമായിട്ടുള്ള അവളുടെ കൂടിക്കാഴ്ച, ദൈവം അയച്ച ഒരു വ്യക്തിയുടെ വാക്ക് അവൾ ഒബേ ചെയ്തതിനാൽ അവളുടെ സാഹചര്യം മാറി, അവളുടെ അവസ്ഥ മാറി. ആത്മഹത്യ പ്രവണതയിൽ നിന്ന് പുറത്തു വന്നു. ആ കുടുംബത്തിന് വിടുതലായി, ദാരിദ്ര്യം മാറി, സമൃദ്ധി ഉണ്ടായി. ദേശം മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും ഒരു വീട് മാത്രം സന്തോഷിക്കുന്നു. അത് സാരാപത്തിലെ വിധവയുടെ ആ ഭവനമാണ്, ആ മകനാണ്, ആ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളിൽ വന്നാൽ, അവൻ്റെ വാക്കുകൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദമുണ്ടാകും, നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകും. ഒരു സംശയവും അതിനില്ല. അതെ, ജോസഫ് ആകുന്ന വൃക്ഷം ഫലപ്രദമാകാനുള്ള കാരണം അവൻ നീരുറവിനരികിൽ നിന്ന വൃക്ഷമായിരുന്നു. എന്താണ് നീരുറവ് എന്ന് പറഞ്ഞാൽ? വേദപുസ്തകത്തിൽ നീരുറവിന് രണ്ട് ആശയങ്ങളുണ്ട്. ഒന്ന്, നീരുറവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സമാന്തരമാണ്, നിഴലാണ്. നീരുറവ് ദൈവവചനത്തിന് നിഴലാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ആ ജീവനുള്ള വെള്ളം എന്നവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ യോഹന്നാൻ 7:37 വായിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന ആത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അത്രേ യേശു പറഞ്ഞത്. അപ്പോൾ നീരുറവ് എന്ന് പറയുന്നത് രണ്ട് നിലയിലുണ്ട്. ഒന്ന്, അത് ദൈവത്തിൻ്റെ വചനത്തോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു, കമ്പയർ ചെയ്തിരിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് അത് കമ്പയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നീരുറവിനരികിൽ നിന്ന വൃക്ഷമാണ് ജോസഫ് എന്ന വൃക്ഷം. നീരുറവിനരികിൽ നിൽക്കുന്ന വൃക്ഷമാണ് ഇലവാടാത്തതും അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. ദൈവവചനത്തിനകത്ത് റൂട്ട് ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ റൂട്ടഡായി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, ഞാൻ ഉറപ്പായും പറയട്ടെ, നിങ്ങളുടെ വേര് എവിടെയാണോ നിങ്ങളുടെ ഷേപ്പ് അതായിരിക്കും. നിങ്ങളുടെ വേര് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ടോ, നിങ്ങൾ തഴച്ച് വളരും. നിങ്ങളുടെ വേര് നിൽക്കുന്നിടത്ത് ഡ്രൈ ആണോ, ഉണങ്ങിയിരിക്കുകയാണോ, നിങ്ങളാകുന്ന വൃക്ഷം ഉണങ്ങി വളരെ ശുഷ്കിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. എന്നാൽ നമ്മുടെ വേര്, നാം റൂട്ടഡായിരിക്കേണ്ടത് ക്രിസ്തുവിലാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നുവീൻ. ക്രിസ്തുവിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിക്കുവിൻ. ആത്മീകമായി വളരണമോ? ക്രിസ്തുവേശുവിൽ നിങ്ങൾ റൂട്ടഡായിരിക്കണം. ക്രിസ്തുവേശുവിൽ നിങ്ങൾ വേരൂന്നണം. ജോസഫ് ഫലപ്രദമായ വൃക്ഷമായതിൻ്റെ കാരണം അവൻ നീരുറവിനരികിൽ നിന്നു. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന്
ഈ എപ്പിസോഡിൽ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധിപ്പിക്കുന്നൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആരൊക്കെ നിങ്ങളെ എതിർത്താലും, എത്ര വില്ലാളികൾ നിങ്ങളെ വിഷമിപ്പിച്ചാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്താലും നിങ്ങളുടെ വില്ല് ഉറപ്പോടെ നിൽക്കും. നിങ്ങൾ ക്രിസ്തുവേശുവിൽ അടിസ്ഥാനപ്പെട്ടവരാണെങ്കിൽ, അവനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളാകുന്ന കൊമ്പിനെ ഒതുക്കിക്കളയുവാൻ, നിങ്ങളാകുന്ന വൃക്ഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ആരൊക്കെ ശ്രമിച്ചാലും ആ മതിലിൻ്റെ മുകളിലൂടെ ജോസഫിനെ പോലെ നിങ്ങൾ പടരുവാനിടയാകും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയാകും. നമ്മുടെ ഇന്നലകളെ നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ ഇന്നിനെ നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ നാളകളെ നമ്മുടെ ദൈവം അറിയുന്നവനാണ്. കടം എനിക്ക് 13 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വന്ന് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ ഇനി ജീവിച്ചിരിക്കേണ്ട പിള്ളേരെന്തെങ്കിലും വിറ്റ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ കുറേ ഗുളികകളെല്ലായിടത്തും വെച്ച് ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പെട്ടെന്ന് ഞാൻ വെച്ചത് ആ ചാനലായിരുന്നു വന്നത്. പ്രിയ സഹോദരി ആത്മഹത്യ ചെയ്യരുത്, ഒന്നിന് പരിഹാരമല്ലാന്ന് പറഞ്ഞു. ആത്മഹത്യയുടെ എണ്ണം കുറയ്ക്കുന്നത് മനുഷ്യനല്ല, സംഘടനയല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു TV പ്രോഗ്രാമിലൂടെ ഇടപെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. 3 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യാൻ ഗുളികകൾ കയ്യിൽ കരുതി ഭവനത്തിൽ താൻ ഇരിക്കുമ്പോൾ TV-യിൽ ചാനലുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന വഴിക്ക് ചാനലിൽ ദേവദാസൻ പ്രസംഗിക്കുന്ന സന്ദേശം, താൻ ആ ചാനൽ വാച്ച് ചെയ്യുമ്പോൾ താൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്: ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സഹോദരി. ആ ഒരൊറ്റ വാക്ക് കേട്ടു, ആ ഗുളിക വലിച്ചെറിഞ്ഞു, ഇന്ന് ജീവനോടെ ഇവിടെ നിൽക്കുന്നു. ഈ സഹോദരിയുടെ പേര് സുധ എന്നാണ്. താങ്ക് യു ജീസസ്. സഹോദരി, എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? എന്തായിരുന്നു ഉണ്ടായ അനുഭവം? കടം എനിക്ക് 13 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വന്ന് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ലായിരുന്നു. സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചത്, വീട് പൂർത്തിയായില്ല. അപ്പം അത് വിൽക്കാനായിട്ടൊക്കെ നോക്കിയിട്ട് ഒരു വിധത്തിൽ വിൽക്കാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇനി ജീവിച്ചിരിക്കേണ്ട പിള്ളേരെന്തെങ്കിലും വിറ്റ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ കുറേ ഗുളികകളെല്ലായിടത്തും വെച്ച് ഇനി ജീവിച്ചിരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ ഇളയപ്പോൾ വീട്ടിൽ വരും, തൊട്ടടുത്ത് തന്നെ. രാത്രി വന്ന് അമ്മയത്തിന് ചെയ്ത് ആഹാരം കഴിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് പോവും. അങ്ങനെ പോണത് വരെ ഞാൻ കാത്തിരുന്ന് പോയതിന് ശേഷം ഇങ്ങനെ TV കണ്ട് കരഞ്ഞുകൊണ്ട് കിടന്നു. പെട്ടെന്ന് ലൈറ്റ് പോയി. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചാനൽ മാറ്റി കിടന്നു. അതുവരെയ്ക്കും എനിക്ക് ചാനൽ ഒട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചാനൽ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ടിവിക്കകത്ത് അങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ വെച്ചത് ആ ചാനലായിരുന്നു വന്നത്. പ്രിയ സഹോദരി ആത്മഹത്യ ചെയ്യരുത്, ഒന്നിന് പരിഹാരമല്ലാന്ന് പറഞ്ഞു. Oh Lord my God, when I also wonder, I see the stars, I hear rolling thunder, that you are the universe display. Then sings my soul, how great thou art, how great thou art. Then sings my soul, my Savior God to thee. ആത്മഹത്യ ചെയ്യാൻ കയ്യിൽ ആത്മഹത്യക്കുള്ള വസ്തുക്കൾ കരുതി, മരുന്ന് കരുതി, എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ടെലിവിഷനിൽ ഒരു ചാനൽ ഉണ്ടെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ ചാനലിൽ പെട്ടെന്ന് ചാനൽ മാറി വന്നപ്പോൾ
ആദ്യം കേട്ട വാക്ക്, സഹോദരി നീ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾക്കറിയാമോ, ദൈവം തമ്പുരാൻ ഒരു കാര്യം, നമ്മുടെ ഇന്നലകളെ നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ ഇന്നിനെ നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ നാളകളെ നമ്മുടെ ദൈവം അറിയുന്നവനാണ്. ഇങ്ങനൊരു സഹോദരി ഒരു വീട്ടിൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നത് തമ്പുരാൻ മുന്നമേ അറിഞ്ഞുകൊണ്ടാണ് ആ ചാനലിൽ, ആ ക്യാമറയുടെ മുൻപിൽ ഞാനത് പറയാനിടയായത്. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് കൈകളടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ്. ആത്മഹത്യയുടെ എണ്ണം കുറയ്ക്കുന്നത് മനുഷ്യനല്ല, സംഘടനയല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ കരമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ സീസണിൽ നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ റൈറ്റ് ടൈമിൽ നിങ്ങളെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങളത് കാണാൻ പോവുക. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുക. നിങ്ങളുടെ കാതുകളിൽ കേട്ടത് നിങ്ങളുടെ കണ്ണുകൾ കാണുകയും നിങ്ങളുടെ കൈ നീട്ടി നിങ്ങൾ തൊട്ടനുഭവിക്കുകയും ചെയ്യുന്ന മണിക്കൂറുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരിക. പ്രിയ കർത്താവ്, ഇപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്കായി, മാന്യ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരം അവരെ തൊടണമേ. നിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ അവരുടെ മേൽ ഉണ്ടാകണമേ. നിൻ്റെ സമാധാനത്തെ ഇപ്പോൾ അവരുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, നീ ചെയ്യുന്ന അത്ഭുതത്തിന് നന്ദി, നീ ചെയ്യുന്ന വിടുതലുകൾക്ക് നന്ദി. അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. Can you please subscribe our YouTube channel? ജീസസ് ഈസ് അലൈവ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതിന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്കത് ബ്ലെസ്സിങ് ആയിരിക്കും. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിലും സർവ്വശക്തൻ്റെ നിഴലിനും കീഴിലും കർത്താവ് നിങ്ങളെ മറയ്ക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.